പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥനാധ്വനി പ്രയർ ഗ്രൂപ്പിൽ ലൈവിലൂടെ ഈ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേക ഈ പ്രാർത്ഥനാധ്വനി ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന പ്രിയ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവർകൾക്കും ഇതിൻ്റെ പ്രാർത്ഥനാ സഹകാരികളും മീഡിയ കോവർക്കേഴ്സിനും എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മാസത്തെ പ്രസംഗ വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്രൂശിതനായ ക്രിസ്തു എന്നുള്ളതാണ്. ഇന്ന് രാത്രി ആ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് ചില ദൈവിക ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ക്രൂശിതനായ ക്രിസ്തു, ക്രൂശും എന്നുള്ളത് തിരുവചനത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താണ് ക്രൂശിൻ്റെ ഉദ്ദേശം? ക്രൂശ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായത്? ആ ചിന്തകൾ പ്രാരംഭത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. പഴയ കാലഘട്ടത്തിൽ, റോമൻ കാലഘട്ടത്തിൽ ക്രൂശ് എന്നത് നീചവും നികൃഷ്ടവുമായ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് നൽകിയിരുന്ന ഒന്നായിരുന്നു ക്രൂശ്. അതിപുരാതന കാലത്ത് ഫൊയ്നീക്കയിലും പേർഷ്യയിലുമൊക്കെ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് നൽകിയിരുന്ന കടുത്ത ശിക്ഷാ നടപടിയായിരുന്നു ക്രൂശ് എന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചതുകൊണ്ട് നിന്നയായിരുന്ന കഷ്ടതയുടെ ഭാഗമായിരുന്ന ക്രൂശ് അത് നമുക്ക് പ്രശംസാ വിഷയമായി തീരുവാനിടയായി. അത് കർത്താവിൻ്റെ കാൽവരി മരണത്തിലൂടെയാണ്. ക്രൂശല്ല നമ്മുടെ വിഷയം, ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തു എന്നുള്ളതാണ്. എന്താണ് ക്രൂശിൻ്റെ ഉദ്ദേശം? ക്രൂശ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചതുകൊണ്ട് എന്താണ് എനിക്ക് കിട്ടിയ പ്രയോജനം? തിരുവചനത്തിൽ നിന്ന് നമുക്ക് ആ ഭാഗങ്ങൾ ചിന്തിക്കാം. ഒന്ന്, എനിക്ക് കാൽവരി ക്രൂശിൽ കർത്താവ് മരിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് വിടുവിപ്പാനിടയായി. കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ എന്നെ ദുഷ്ടലോകത്തിൽ നിന്നും പാപലോകത്തിൽ നിന്നും കർത്താവ് വിടുവിപ്പാനിടയായി. രണ്ടാമതായിട്ട് അവൻ എന്നെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുക്കുവാനിടയായി. തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, അവൻ എന്നെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുക്കുവാനിടയായി. മൂന്നാമതായിട്ട് നമുക്ക് പുത്രത്വം പ്രാപിപ്പാനിടയായി. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം പറയുന്നു, നമുക്ക് പുത്രത്വം പ്രാപിക്കുവാനിടയായി. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ 3 കാര്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് രാത്രി ഞാൻ പറയുവാനിടയായി. ഒന്ന്, നമ്മുടെ ദൈവവും പിതാവുമായ എൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും എന്നെ വിടുവിക്കുവാനിടയായി. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളിൽ പറയുന്നു, കർത്താവ് എന്നെ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിപ്പാനിടയായി. 2, അവൻ എന്നെ സകല നമുക്ക് പുത്രത്വം ലഭിക്കുവാനിടയായി. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശം, പുത്രത്വം നമുക്ക് ലഭിക്കുവാനിടയായി. അപ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ, അല്ലെങ്കിൽ കാൽവരി ക്രൂശിൽ കർത്താവ് മരിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രയോജനങ്ങളാണ്. രണ്ടാമതായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത്, ക്രൂശ് എന്നത് ഒരു ദാസത്വത്തിൻ്റെ മനോഭാവമാണ്. അത് നമുക്ക് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലാണ് കാണുവാൻ കഴിയുന്നത്. കാൽവരി ക്രൂശിൽ നമുക്ക്
കാണുവാൻ കഴിയുന്ന ഒരു ദാസത്വ മനോഭാവമാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുന്നത്, നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനോഭാവം ഉള്ളവരായിരിക്കണം. എന്താണ് ക്രിസ്തുവിന്റെ മനോഭാവം? ആ ക്രിസ്തുവിന്റെ ഒരു മനോഭാവമാണ് തുടർന്ന് അല്പനിമിഷങ്ങൾ രണ്ടാമതായിട്ട് നിങ്ങളോട് ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ക്രൂശിലെ മനോഭാവം? ആ ദാസത്വ മനോഭാവമാണ്. എവിടെയാണ് നമുക്ക് കാൽവരി ക്രൂശിൽ കർത്താവിന്റെ ദാസത്വ മനോഭാവം നമുക്ക് കാണുവാൻ കഴിയുന്നത്? കർത്താവിന്റെ മരണത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്രൂശിലെ മരണത്തോളം അവൻ താഴ്ത്തപ്പെടുവാനിടയായി. അപ്പോൾ കാൽവരി ക്രൂശിൽ കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ ക്രൂശ് മരണത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവന്റെ ദാസത്വ മനോഭാവമാണ്. കർത്താവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ തന്റെ ശുശ്രൂഷയിലുടനീളം തനിക്ക് തന്റെ ജീവിതത്തിലുടനീളം ദാസത്വ മനോഭാവം കാണുവാൻ കഴിയുന്നു. കർത്താവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ദാസത്വ മനോഭാവം നമുക്ക് കാണുവാൻ കഴിയുന്നു. എവിടെയാണ്? കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ക്രിസ്തുവിന്റെ ഒരു ദാസത്വ മനോഭാവം നമുക്ക് കാണുവാൻ കഴിയുന്നു. ലോക ചരിത്രത്തിൽ നാം എവിടെ നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയത്തില്ല ഒരിക്കലും ഒരു ഗുരു ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയത്തില്ല. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവാകുന്ന ഗുരു ശിഷ്യന്മാരുടെ കാല് കഴുകി ആ ദാസത്വ മനോഭാവം പ്രകടിപ്പിക്കുവാനിടയായി. ഇന്ന് രാത്രിയിൽ ഈ തിരുവചനം കേൾക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ ഈ ക്രൂശിതനായ ക്രിസ്തുവിന്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏതാണ് ആ മനോഭാവം? ദാസത്വ മനോഭാവമായിരിക്കണം. രണ്ടാമതായിട്ട് കാൽവരി ക്രൂശിൽ കർത്താവിന്റെ മരണസമയത്ത് യെശയ്യാവിന്റെ പുസ്തകം നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ ഒരു ദാസത്വ മനോഭാവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഗെത്സമനയിൽ വെച്ച് യേശു ഒരു ദാസനെ പോലെ തന്നെ താഴ്ത്തി വായു തുറക്കാതെ ഇരിക്കുന്ന ആ ഒരു യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും. എവിടെയാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ തന്നെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോഴും തന്നെ ക്രൂരമായി അടിക്കുമ്പോഴും തന്റെ ജീവിതത്തിൽ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കുമ്പോഴും നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം നമുക്ക് കാണുവാൻ കഴിയും. എന്റെ ദാസൻ കൃതാർത്ഥനാകുമെന്ന് യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചു. എങ്ങനെയാണ് ആ ദാസൻ കൃതാർത്ഥനായത്? എങ്ങനെയാണ് യേശുവിന്റെ ജീവിതത്തിൽ ആ ദാസത്വ താഴ്മയുണ്ടായത്, ആ മനോഭാവം ഉണ്ടായത്? തന്നെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോഴും തന്നെ ക്രൂരമായി അടിക്കുമ്പോഴും തന്റെ മുഖത്തെ രോമകൂപങ്ങൾ വലിച്ചു പറിക്കുമ്പോഴും എല്ലാം യേശുവിന്റെ ജീവിതത്തിൽ ദാസത്വ മനോഭാവം നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് രോമം കത്തിരിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ. അപ്പോൾ യേശുവിനെ ക്രൂരമായി ഉപദ്രവിക്കുമ്പോഴും യേശുവിനെ ക്രൂരമായി അപമാനിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും ഒക്കെ യേശുവിന്റെ മുഖത്ത് ഒരു ദാസത്വ മനോഭാവം ഉണ്ടാകുവാനിടയായി. ആരോടും മിണ്ടാതെ, പകരം ആരോടും ചോദിക്കാതെ, പകരം പ്രതികാരം ചെയ്യാതെ ആ ക്രൂശിലെ മനോഭാവം നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ ഈ വിശുദ്ധ തിരുവെഴുത്ത് നിങ്ങൾ ശ്രവിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് കർത്താവിന്റെ ദാസത്വ മനോഭാവമാണ്. ഒരുപക്ഷെ നിങ്ങൾ വലിയ പീഡനങ്ങളിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്, മാനസിക വ്യതയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. മറ്റുള്ളവർ നിങ്ങളെ അപമാനിക്കുന്നുണ്ടാകാം, നിന്ദിക്കുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. നാം ക്രിസ്തുവിന്റെ ദാസത്വ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നാം ഭാരപ്പെടേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഗെത്സമന തോട്ടത്തിൽ വെച്ചാണ്. ഗെത്സമന എന്ന് പറയുന്നത് യേശുവിന്റെ യേശു അവിടെ വെച്ച് മരണവേദന പോലെ ആയെന്ന പ്രാണവേദന പോലെ താനാകുവാനിടയായി. ഗെത്സമനെ എന്ന് പറഞ്ഞ കർത്താവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് കർത്താവ് ഗെത്സമനയിൽ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശകലങ്ങൾക്കകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു തന്റെ ഹൃദയം മരണവേദന പോലെ അതിദുഃഖിതമായി തീരുവാനിടയായി. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിന് വേദനയുടെ പാനപാത്രം നൽകുവാനിടയായി. ഹല്ലേലൂയ. കർത്താവ്
പിതാവായ ദൈവത്തിനോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ എന്ന്. എന്നാൽ പിതാവ് പറഞ്ഞു, ആ പാനപാത്രം ഞാൻ നീക്കത്തില്ല, ആ വേദനയുടെ ആ പാനപാത്രം ഞാൻ നീക്കത്തില്ല, ആ കയ്പ് വേദന അനുഭവിക്കുന്ന പാനപാത്രം ഞാൻ നീക്കത്തില്ല, എൻ്റെ ഇഷ്ടം നിന്നിൽ നിറവേറപ്പെടണം. ഹല്ലേലൂയ. അങ്ങനെ പിതാവായ ദൈവത്തിന്റെ ആ ശബ്ദത്തിന് മുമ്പിൽ പിതാവായ ദൈവത്തിന് കീഴ്പ്പെട്ട് അനുസരിച്ചു കൊടുക്കുന്ന ഒരു ദാസത്വ മനോഭാവം നമുക്ക് ഗത്സമനയിൽ വെച്ച് കാണുവാൻ കഴിയും. ക്രൂരമായ വേദന തൻ്റെ ഹൃദയത്തിനകത്ത് താൻ അനുഭവിക്കുമ്പോഴും, മരണവേദന പോലെ തൻ്റെ ഹൃദയം പിടയുമ്പോഴും താൻ ഒരു കാര്യം ചെയ്തത് പിതാവിൻ്റെ ഇഷ്ടത്തിന് പുത്രൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. നല്ലൊരു ദാസത്വ മനോഭാവം, ദാസനെ പോലെ നിന്ന് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിനു വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. ഇന്ന് രാത്രിയിൽ ഈ തിരുവചനം കേൾക്കുമ്പോൾ ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആത്മാവിൽ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, ഒരുപക്ഷെ നിങ്ങൾ ക്രൂരമായ പീഡകളിലൂടെ, ക്രൂരമായ മനോവേദനയിലൂടെ, പ്രാണവേദന പോലെ നിങ്ങൾ കടന്നു പോകുന്ന ഭീകരമായ അന്തരീക്ഷങ്ങളും ഭീകരമായ സാഹചര്യങ്ങളും നിങ്ങൾ നേരിടുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി ഈ തിരുവചനം പറയുന്നത്, ഒരു ദാസനെ പോലെ പിതാവിന്റെ ഇഷ്ടത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയാകും. സ്തോത്രം. ഒരു ദാസനെ പോലെ, ദാസന്റെ പ്രത്യേകത എന്താണ്? യജമാന്റെ ഇഷ്ടം അവൻ ചെയ്യണം. സ്തോത്രം. ദാസന് സ്വന്തമായ ഒരു ഇച്ഛയില്ല. യജമാന്റെ ഇഷ്ടം എന്താണോ അത് ദാസൻ ചെയ്തു കൊടുക്കണം. പഴയ നിയമ കാലഘട്ടത്തിൽ ദാസന്മാർ ഒരുപാടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഭവനങ്ങളിൽ ഒരുപാട് ദാസന്മാരുണ്ടായിരുന്നു. സ്തോത്രം. അല്ലെങ്കിൽ ഈ ദാസന്മാരെ പഴയ നിയമ കാലഘട്ടത്തിൽ യെരൂശലേമിന്റെ ആലയത്തിന്റെ വാതിലിൽ കൊണ്ടുവന്ന് അവരുടെ ചെവി ആ വാതിലിനോട് ചേർത്ത് തുളയ്ക്കുമായിരുന്നു. അസഹ്യമായ വേദനയാണ്. വളരെ വേദനകൾ അനുഭവിച്ചാണ് ആ ദാസൻ ആ വേദനകളെല്ലാം സഹിച്ചാണ് തൻ്റെ ചെവിയിലൂടെ ആ ആണി കയറ്റി തുളയ്ക്കുന്നത്. തന്നെ ആ വാതിലിനോട് ചേർത്ത് തുളയ്ക്കുമ്പോൾ എന്നു തൊട്ട് അവൻ ഒരു കാര്യം തീരുമാനിക്കാൻ, ഞാൻ ഇനി യജമാന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്, യജമാന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവമക്കളെ, നമുക്ക് ഇന്ന് പകലിൽ ഹല്ലേലൂയ നാം ദാസന്മാരായി വിളിക്കപ്പെട്ടവരാണെങ്കിൽ ഇന്ന് രാത്രിയിൽ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തെ നമുക്ക് ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുപക്ഷെ ഭാരത്തോടെ, നിരാശയോടെ, ഹൃദയവേദനയോടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ ഇന്ന് പകലിൽ ഭാരപ്പെടേണ്ട, പിതാവിന്റെ ഇഷ്ടത്തിന് നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, കാൽവരി ക്രൂശ് എന്നത് ഒരു ദാസത്വ മനോഭാവമാണ്. ദാസനെ പോലെ നിന്ന് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം പുത്രനായ ക്രിസ്തു കാൽവരി നിറവേറ്റുവാനിടയായി. കാൽവരി മരണത്തിൽ മാത്രമല്ല, യേശുവിന്റെ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും പിതാവിന്റെ ഇഷ്ടത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. പുത്രനായ ക്രിസ്തുവിന് സ്വന്തമായിട്ടൊരു ഇഷ്ടമില്ലായിരുന്നു. പിതാവിന്റെ ഇഷ്ടത്തിനു വേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. അതുകൊണ്ട് ഒരു നല്ല ദാസനായി പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പുത്രനായ ക്രിസ്തുവിനെ നിൽക്കുവാൻ കഴിഞ്ഞു. ഇന്ന് പകലിൽ ദൈവമക്കളെ, ഒരു നല്ല ദാസനായി തീരുവാൻ, ഹല്ലേലൂയ, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. മൂന്നാമതായിട്ട് സ്തോത്രം, ക്രൂശ് എന്ന് പറയുന്നത് കടമകൾ നിറവേറ്റുന്ന സ്ഥലമാണ്. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, കർത്താവിന്റെ കാൽവരി മരണത്തിൽ, സ്തോത്രം, യെരൂശലേം തൊട്ട് കാൽവരി മല വരെ കർത്താവ് യെരൂശലേമിന്റെ തിരുവേദിയിലൂടെ ക്രൂരമായ പീഡകളേറ്റ്, ക്രൂരമായ നിന്ദകളേറ്റ്, അപമാനങ്ങളേറ്റ്, തന്റെ പുറമുഴവുചാലുപോലെ കീറപ്പെട്ട് തന്റെ ശരീരമാസകലം അസഹനീയമായ വേദനയിലൂടെ ക്രൂശ് ചുമന്ന് ഗോൽഗോത്ത വരെ പോയി. സ്തോത്രം. ഗോൽഗോത്തയിൽ വെച്ച് കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് യേശുവിന്റെ ക്രൂശിന്റെ അരികിൽ ചില സ്ത്രീകൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ക്ലയോപ്പാവിന്റെ ഭാര്യയായ മറിയയും യേശുവിന്റെ അമ്മയായ മറിയയും യേശുവിന്റെ ശിഷ്യനായ യോഹന്നാനും അരികെ നിൽക്കുകയാണ്. സ്തോത്രം. ഈ സന്ദർഭത്തിൽ യേശു തന്റെ അമ്മയായ മറിയയുടെ മേൽ ഹല്ലേലൂയ യേശു ഒരു ഉത്തരവാദിത്വം നിറവേറ്റുകയാണ്.
സ്തോത്രം. യേശുവിൻ്റെ ജീവിതം നമുക്കറിയാം. യേശുവിനെ കൂടാതെ മറ്റ് സഹോദരന്മാർ യേശുവിൻ്റെ ആ ഭവനത്തിനകത്തുണ്ടായിരുന്നു. പക്ഷേ സ്തോത്രം, യേശു തൻ്റെ ജീവിതത്തിലും തൻ്റെ കുടുംബത്തിലും കടമകൾ നിറവേറ്റുന്ന ഒരു പുത്രനായിട്ട് യേശു ജീവിച്ചത്. സ്തോത്രം. കാരണം ഹല്ലേലൂയ, സ്തോത്രം, ഒരു ഭവനത്തിനകത്ത് സ്തോത്രം ഹല്ലേലൂയ ഒത്തിരി ഉത്തരവാദിത്വങ്ങൾ യേശുവിനുണ്ടായിരുന്നു. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് യേശുവോ തന്നെ നിയമിച്ചാക്കിയ ഭവനത്തിൽ താൻ വിശ്വസ്തനായിരുന്നെന്നാണ്. സ്തോത്രം. അപ്പോൾ വിശ്വസ്തനായി ഒരു കടമ നിർവഹിക്കുന്ന ഒരു നല്ല മകനായി ആ ഭവനത്തിനകത്ത് മറിയയ്ക്കും തന്റെ മാതാവായ മറിയയ്ക്കും തന്റെ അപ്പനായ യോസഫിനും കീഴ്പ്പെട്ടിരുന്ന അനുസരണത്തോടെ ജീവിച്ച ഒരു പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് യേശുവിന്റെ ജനനത്തിൽ യേശുവിന്റെ അപ്പനായ യോസഫിനെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭം ഹല്ലേലൂയ, സ്തോത്രം, കാനാവിലെ കല്യാണ വിരുന്നിൽ യേശു അത്ഭുതം ചെയ്താണ് തന്റെ ശുശ്രൂഷയെ ആരംഭിക്കുന്നത്. എന്നാൽ ഈ കല്യാണ വീട്ടിൽ നമുക്ക് യോസഫിനെ കാണുവാൻ കഴിയുന്നില്ല. തിരുവചനം സുവിശേഷങ്ങൾ നമ്മൾ ഹിതപരിശോധന ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും യേശുവിന്റെ അപ്പനായ യോസഫിനെ കാണുവാൻ കഴിയത്തില്ല. ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, യേശുവിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രായത്തിൽ യോസഫ് മരണപ്പെട്ടിരിക്കാം. സ്തോത്രം. സ്തോത്രം. പിതാവായ യോസഫ് ആ ഭവനത്തിനകത്ത് മരണപ്പെട്ടപ്പോൾ സ്തോത്രം ആ ഭവനത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ, ചുമതലകളെല്ലാം യേശുവിന്റെ ചുമലിലാകുവാനിടയായി. സ്തോത്രം. നമുക്ക് തിരുവചനത്തിൽ വായിക്കുന്നത് യേശുവിന്റെ കുടുംബം ഒരു തച്ച കുടുംബമായിരുന്നു. സ്തോത്രം. അധ്വാനി ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. എന്നാൽ സ്തോത്രം, ഒരു ഭവനത്തിലെ ഒരു പിതാവ് മരിക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ വിടവുകളെ നികത്തുവാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. സ്തോത്രം. കാരണം ഈ പിതാവ് അധ്വാനിച്ച് ആ ഭവനത്തെ പുലർത്തിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ യോസഫ് ഒരുപക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്തോത്രം, പുത്രനായ യേശുവിന്റെ ചുമലിൽ സകല ചുമതലകളും വീടിന്റെ ഉത്തരവാദിത്വങ്ങളും എല്ലാം വരുവാനിടയായി. എന്നാൽ സ്തോത്രം, യേശു ആ ഭവനത്തിലൊക്കെ വിശ്വസ്തയോടെ ഉത്തരവാദിത്വത്തോടെ തന്റെ കടമകൾ നിറവേറ്റുവാനിടയായി. സ്തോത്രം. അപ്പോൾ ജീവിതത്തിൽ യേശു വിശ്വസ്തനായി തന്റെ കടമകൾ നിർവഹിക്കുവാനിടയായി. ഇനി ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ യേശുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശു തന്റെ കടമകൾ, ശുശ്രൂഷകൾ വിശ്വസ്തയോടെ തന്നെ പിതാവായ ദൈവം ഏൽപ്പിച്ചു എന്നുള്ള ഉത്തരവാദിത്വ ബോധ്യത്തോടെ ആ കടമകൾ നിറവേറ്റുവാനിടയായി. സ്തോത്രം. അപ്പോൾ യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് സ്തോത്രം, യേശുവിന്റെ അമ്മയായ മറിയ ഈ ക്രൂശിന്റെ ചുവട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ തന്നെ വളർത്തിക്കൊണ്ടുവന്ന മാതാവിൽ നിന്നും ഭൂമിയിലുള്ള ഭൗതികമായ ബന്ധം വിട്ട് താൻ പോവുകയാണ്. സ്തോത്രം. എന്നാൽ ക്രൂശിൽ കിടക്കുമ്പോഴും യേശു തന്റെ ഉത്തരവാദിത്വം മറന്നുപോയില്ല. തന്റെ അമ്മയെ പുലർത്തണം, തന്റെ അമ്മയ്ക്കൊരു താങ്ങായി നിൽക്കണം. താൻ ഈ ഭൂമിയിൽ നിന്ന് പോകുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ വചനം പറയുമ്പോൾ ദൈവമക്കളെ, ചില ഭൗതിക ബന്ധങ്ങൾ നമ്മിൽ നിന്ന് അകറ്റി മാറ്റുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയാണ്. സ്തോത്രം. ചില ഭൗതികമായ ബന്ധങ്ങൾ നമ്മിൽ നിന്ന് മുറിച്ചു മാറ്റുന്നത് ഇന്ന് രാത്രിയിൽ അതുകൊണ്ട് ഭാരപ്പെട്ടു പോകരുത്. അയ്യോ, ബന്ധുക്കാരെന്നെ അകന്നു പോകുന്നല്ലോ, എന്റെ കൂട്ടുകുടുംബക്കാർ അകന്നു പോകുന്നല്ലോ. ഇങ്ങനെ അകന്നു പോകുന്നത്, ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത് കൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ഈ ലൈവിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. ചില ബന്ധങ്ങൾ, ചില ഭൗതികമായ ബന്ധങ്ങൾ നമ്മിൽ നിന്നും മുറിച്ചു മാറ്റുന്നതിന്റെ ഉദ്ദേശം ദൈവത്തിനൊരു ഹിതമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ചില ബന്ധങ്ങളിൽ നിന്നും നമ്മെ മുറിച്ചു മാറ്റി ദൈവം ചില ഏകാന്തതയുടെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഈ ലൈവിലൂടെ ഒരുപക്ഷെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ദൈവമക്കൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ച് ഏകാന്തതയിൽ ഭാരത്തോടെ, അയ്യോ എല്ലാവരും എന്നെ വിട്ടുപോയല്ലോ, ഭൗതികമായ ബന്ധങ്ങളൊക്കെ എന്നെ വിട്ടുപോയല്ലോ, ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. ദൈവത്തിന്റെ പദ്ധതി നമ്മിൽ നിറവേറ്റുവാൻ വേണ്ടിയാണ് ചില ബന്ധങ്ങൾ നമ്മിൽ നിന്നും മുറിച്ചു മാറ്റുന്നത്. സ്തോത്രം. പഴയ നിയമത്തിൽ നമുക്കൊരു മനുഷ്യനെ കാണും
കാണുവാൻ കഴിയും. യോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ, സ്തോത്രം, 17-ാമത്തെ വയസ്സിൽ തന്റെ വീട്ടിൽ നിന്നുണ്ടായ സഹോദരന്മാർ നിമിത്തമുള്ള നിന്ദകൾ മൂലം 17 വയസ്സുള്ള യൗവനക്കാരനായ യോസഫ് ആ ഭവനത്തിൽ നിന്നും സ്തോത്രം താൻ ഒറ്റപ്പെടുവാനിടയായി. അപ്പൻ ഏറ്റവും അധികം സ്നേഹിച്ച മകനായിരുന്നു യോസഫ്. നമ്മൾ അവിടെ കാണുന്നത് അപ്പൻ ഏറ്റവും ഇളയവനായി സ്നേഹിച്ച ആ യോസഫ് അപ്പൻ ആഴമായിട്ട് സ്നേഹിച്ചത് കൊണ്ട് സ്തോത്രം തനിക്ക് ഒരു അങ്കി തയ്പ്പിച്ച് നൽകിയെന്ന അത്രമാത്രം ആഴമേറിയ സ്നേഹം അപ്പന് യാക്കോബായ അപ്പന് യോസഫിനോട് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ സഹോദരന്മാരിൽ നിന്നുള്ള ബന്ധങ്ങൾ കുടുംബത്തിൽ അപ്പനിൽ നിന്നുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടവനായി ഒറ്റക്കേകാന്തതയിൽ പൊട്ടക്കുഴിയിലും പൊത്തിപ്പേറിന്റെ ഭവനത്തിലും കാരാഗ്രഹത്തിൽ യോസഫ് അടയ്ക്കപ്പെടുവാൻ ഇടയായി. പക്ഷേ യോസഫിന്റെ ബന്ധങ്ങൾ, സഹോദരങ്ങളിൽ നിന്നുള്ള ബന്ധങ്ങൾ, അപ്പനിൽ നിന്നുള്ള ബന്ധങ്ങൾ ദൈവമായിട്ടാണ് മുറിച്ചു മാറ്റിയത്. ആ തിരുവചന ഭാഗങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം യോസഫിനെ ദൈവം മറന്നില്ലെന്ന്. ആ സ്തോത്രം, ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടപ്പോഴും അപ്പന്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴും അപ്പൻ സ്തോത്ര സ്നേഹിച്ച മകൻ അപ്പന്റെ ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടപ്പോഴും സ്തോത്ര സർവശക്തനായ ദൈവം യോസഫിനെ ഓർക്കുവാനിടയായി. ഇന്ന് രാത്രിയിൽ ഈ തിരുവചനം കേൾക്കുമ്പോൾ ഈ ലൈവിലൂടെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, സ്തോത്രം, ഒരു പക്ഷേ അപ്പനിൽ നിന്നുള്ള ബന്ധങ്ങൾ സഹോദരങ്ങളിൽ നിന്നുള്ള ബന്ധങ്ങൾ ചിലപ്പോൾ ദൈവമായിട്ട് കട്ട് ചെയ്യുന്നതാണ്. അത് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടിയാണ്. സ്തോത്രം. അതുകൊണ്ട് യോസഫിന്റെ ജീവിതത്തിൽ അവൻ കാണാത്ത ചില സൗഭാഗ്യങ്ങൾ, ഫറവോന്റെ സന്നിധിയിൽ ചെല്ലുവാൻ, ഫറവോന്റെ കൊട്ടാരത്തിൽ ചെല്ലുവാൻ, മിസ്രൈമിന് ഭക്ഷ്യമന്ത്രിയായിട്ടൊക്കെ ദൈവം അവനെ ആക്കുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഭാരപ്പെട്ടു പോകണ്ട, അതുകൊണ്ട് നിരാശപ്പെട്ടു പോകണ്ട. ഏകാന്തത അനുഭവിക്കുന്ന ദൈവമക്കളോട് ഇന്ന് പകൽ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, സ്തോത്രം, ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടിയാണ്. സ്തോത്രം. ഇന്ന് രാത്രി പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ കടന്നു വരാം. സ്തോത്രം. അപ്പോൾ ക്രൂശിൽ കിടക്കുമ്പോഴും യേശു തന്റെ ഉത്തരവാദിത്വം മറന്നില്ല. എന്താണ് ഉത്തരവാദിത്വം? ഞാൻ പറഞ്ഞു. സ്തോത്രം. യേശുവിന്റെ അമ്മയായ മറിയ ഇനിയും തനിച്ചേ ഉള്ളൂ. സ്തോത്രം. ഇതുവരെ യേശു തണലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ആ ക്രൂശിന്റെ ചുവട്ടിൽ ഹല്ലേലൂയ സ്തോത്രം നിൽക്കുന്ന മറിയോട് യേശു പറയുന്നുണ്ട്, ഇതാ നിന്റെ മകൻ. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. യേശു സ്തോത്രം ആ അമ്മയ്ക്ക് ഒരു തണലായി യോഹന്നാന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ജീവിതത്തിന്റെ ആരംഭം മുതൽ ശുശ്രൂഷാ വേളയിൽ ക്രൂശിൽ വരെ നിൽക്കുമ്പോഴും യേശു തന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും മറന്നു പോകുവാൻ ഇടയായില്ല. നമ്മളവിടെ വായിക്കുന്നത്, ആ നിമിഷം തന്നെ ആ ശിഷ്യൻ ആ അമ്മയെ ഭവനത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഏറ്റുകൊള്ളുവാനിടയായി, ആ ഭവനത്തിലേക്ക് സ്വീകരിക്കുവാനിടയായി. സ്തോത്രം. ആ ഭാഗം ചിന്തിച്ചപ്പോൾ ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ചത്, യേശുവിന് തന്റെ അമ്മയുടെ അടുത്ത്, അല്ലെങ്കിൽ സ്തോത്രം യേശുവിന്റെ ശിഷ്യനായ സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ അവിടെ നിൽപ്പുണ്ട്, മറ്റു സ്ത്രീകൾ അവിടെ നിൽപ്പുണ്ട്, പലരും അവിടെ നിൽപ്പുണ്ട്. പക്ഷേ യേശുവിന് തന്റെ വേദനകൾ പറയാം. യെരൂശലേം മുതൽ ഗോൽഗോത്ത മല വരെ താൻ അനുഭവിച്ച വേദനകൾ, ക്രൂരമായ പീഡനകൾ തനിക്ക് ഈ അമ്മയോട് തുറന്നു പറയാം. പക്ഷേ ആ വേദനകൾ തന്റെ ശരീരത്തിൽ അനുഭവിക്കുമ്പോഴും, ആ ക്രൂരമായ പീഡകൾ തന്റെ ശരീരത്തിൽ അനുഭവിക്കുമ്പോഴും തന്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നുപോയില്ല യേശു. ഇന്ന് രാത്രിയിൽ ഈ തിരുവചനം കേൾക്കുമ്പോൾ ദൈവമക്കളെ, ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നമ്മൾ ചെയ്യാറുണ്ടോ? സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ദൈവം നമ്മെ ചില കാര്യങ്ങൾ, അത് ചെറുതാകാം വലുതാകാം, അതെന്ത് കാര്യങ്ങളാണെങ്കിലും ഉത്തരവാദിത്വത്തോടെ നാം ചെയ്യാറുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. യേശു തന്റെ പരമമായ വേദനകൾ തന്റെ ശരീരത്തിൽ, വേദനയുടെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും താൻ തന്റെ ഉത്തരവാദിത്വങ്ങൾ മറന്നുപോയില്ല. സ്തോത്രം. ഒരു പക്ഷേ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വേദനകളും ഭാരങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ടാകും.
ഉണ്ടാകാം. അത് ജോലി മേഖലയിലായിരിക്കാം, സഭാ ശുശ്രൂഷയിലായിരിക്കാം. അവിടെ ഒരു പക്ഷേ നിങ്ങളാൽ മറ്റാരും അറിയാത്ത വേദനകൾ നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി മറന്നു പോകരുത്. വേദനകൾ വഹിക്കുമ്പോഴും ഭാരങ്ങൾ അകത്തുള്ളപ്പോഴും ഇന്ന് രാത്രി ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ, അത് കടപ്പാടുകൾ ഭംഗിയായി നിറവേറ്റുന്നവരാണോ നമ്മൾ? സ്തോത്രം. ഒരുപക്ഷെ സാഹചര്യം നമുക്ക് പ്രതികൂലമായിരിക്കാം, എല്ലാം പ്രതികൂലമായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ, കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം, വിശ്വസ്തയോടെ കടപ്പാടുകൾ അതതിന്റെ സമയത്ത് നിറവേറ്റാൻ നാം ബാധ്യസ്ഥരാണ്. സ്തോത്രം. അപ്പോൾ ക്രൂശിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന കാര്യം, യേശു തന്റെ കടമകൾ, തന്റെ ഉത്തരവാദിത്തങ്ങൾ താൻ ക്രൂശ് വരെ നിറവേറ്റുന്നവനായിരുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ജീവിതത്തിന്റെ ആരംഭ നിമിഷം മുതൽ ക്രൂശിന്റെ നിമിഷം വരെ യേശു തന്റെ ഉത്തരവാദിത്വം മറന്നുപോയില്ല. സ്തോത്രം. അപ്പോൾ ക്രൂശ് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന സ്ഥലമാണ്. സ്തോത്രം. നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ സഭയിലാകാം, കുടുംബത്തിലാകാം, സ്തോത്രം, ദേശത്താകാം, നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായിരിക്കാം, ഏതു മേഖലയിലായിരിക്കലും ദൈവമാണ് നമ്മെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് എന്നുള്ള ബോധ്യത്തോടെ ആ കടമകൾ നിറവേറ്റാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ക്രൂശ് എന്ന് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, കടമകൾ നിറവേറ്റുന്ന സ്ഥലമാണ് ക്രൂശ് എന്ന് പറയുന്നത്. സ്തോത്രം. അടുത്ത ഒരു ചിന്തയും കൂടെ പറയാം. ഹല്ലേലൂയ. പ്രതീക്ഷകൾക്ക് വിപരീതമായി ചിലത് സംഭവിക്കുന്ന ഇടമാണ് ക്രൂശ് എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ അങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ എന്താ ദൈവദാസനെ, പ്രതീക്ഷകൾക്ക് വിപരീതമായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് രാത്രി വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം. സ്തോത്രം. യേശുവിന്റെ ക്രൂശിന്റെ അരികിൽ യേശുവിന്റെ അമ്മ നിൽപ്പുണ്ട്. സ്തോത്രം. യോഹന്നാൻ എന്ന് പറയുന്ന അരിമ ശിഷ്യൻ നിൽപ്പുണ്ട്. സ്തോത്രം. മറ്റു സ്ത്രീകൾ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 35-ാം വാക്യത്തിൽ മറിയോട് ശിമയോൻ പറയുന്ന ഒരു പ്രവചനമുണ്ട്. സ്തോത്രം. യേശു തന്റെ ശൈശവ കാലഘട്ടത്തിൽ തന്റെ അമ്മയപ്പന്മാർ ദേവാലയത്തിലേക്ക് മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഹല്ലേലൂയ കർത്താവിനെ പ്രതീക്ഷിക്കാൻ യെരൂശലേം ആലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഈ മനുഷ്യനെ കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, അവൻ നീതിമാനായിരുന്നു, പരിശുദ്ധാത്മ നിയോഗമുള്ളവനായിരുന്നു, ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്നവൻ. അപ്പോൾ 3 ഗുണങ്ങൾ ശിമിയോനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ഇസ്രായേലിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരുന്നതാണ്, അവരുടെ ആശ്വാസത്തിനായി കാത്തിരുന്നവനാണ്. സ്തോത്രം. 2 പറയുന്നത്, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറവ് പ്രാപിച്ചവനായിരുന്നു. 3, ഹല്ലേലൂയ, സ്തോത്രം, അവൻ നീതിയുള്ളവനായിരുന്നു. സ്തോത്രം. അപ്പോൾ യെരൂശലേം ആലയത്തിൽ യേശുവിന് വേണ്ടി കാത്തിരുന്നവനാണ് ശിമയോൻ എന്ന് പറ. അവിടെ നമ്മൾ വായിക്കുന്നത്, ശിമയോനോട് പറയുന്ന ഒരു ദൂതുണ്ട്, നീ യേശുവിനെ കാണാതെ നീ മരിക്കത്തില്ല. അത് തന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. യെരൂശലേം ആലയത്തിൽ ഒരിക്കൽ നിൽക്കുമ്പോൾ യേശുവിന്റെ അമ്മയപ്പന്മാർ ഹല്ലേലൂയ ഈ സ്തോത്രം യേശുവിനെ കരങ്ങളിലേന്തി ആലയത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ സന്ദർഭത്തിൽ ശിമയോൻ പ്രവചനാത്മാവിൽ മറിയോട് പറയുന്ന ഒരു ദൂതുണ്ട്. സ്തോത്രം, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കുമെന്ന്. അത് പ്രവചന ദൂതായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മറിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, എന്തു കേട്ടാലും തന്റെ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കുമായിരുന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ ദൈവവചനം കേൾക്കുമ്പോൾ അത് നാം മറന്നു പോകുന്നവരല്ല, ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം എന്ത് ചെയ്യണം, ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അപ്പോൾ മറിയ എന്ത് ചെയ്തു, ഈ വാക്കുകളെ, ഈ പ്രവചന വാഗ്ദത്തത്തെ തന്റെ ഉള്ളിൽ സംഗ്രഹിക്കുവാനിടയായി. ഇതിന്റെ അവിടെ ഉള്ളിൽ ഈ പ്രവചന ദൂത് കിടപ്പുണ്ട്. ഇപ്പോൾ മറിയ എവിടെയാണ് നിൽക്കുന്നത്? യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. സ്തോത്രം.
ഈ അമ്മയ്ക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ട്, ഇല്ലയോ? സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ തിരുവചനം കേൾക്കുമ്പോൾ മാതാപിതാക്കളായ ഒത്തിരി പേര് ഈ സന്ദേശം കേൾക്കുന്നുണ്ടാകാം. നിങ്ങളുടെ മക്കളെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ടാകാം. സ്തോത്രം, അല്ലേ? മക്കളെ പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ഭാവിയുടെ ഉന്നത ശ്രേണിയിൽ എത്തിക്കണമെന്ന് മാതാപിതാക്കളായ എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഒരു തലമുറയെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷ വെച്ചു പുലർത്തുന്നവരാണ് മാതാപിതാക്കൾ. അതേപോലെ യേശുവിന്റെ മാതാവായ മറിയയ്ക്കും ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കാരണം കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. ഭവനത്തിനകത്ത് യേശു ഒത്തിരി ഭാരങ്ങൾ വഹിച്ചവനാണ്. അപ്പോൾ യേശുവിനെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷകൾ മറിയുടെ അകത്തുണ്ടായിരുന്നു. പക്ഷേ ഈ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മറിയുടെ പ്രതീക്ഷകളെല്ലാം വിപരീതമായി. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഗബ്രിയേൽ ദൂതൻ മറിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈവൻ വലിയവനാകും. ആരെക്കുറിച്ചാ? യേശുവിനെ കുറിച്ചാ. ഹല്ലേലൂയ. കുഞ്ഞ് യേശുവിനെ കുറിച്ച് ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, അവൻ ഇസ്രായേലിന് രാജാവാകും, യാക്കോബ് ഗൃഹത്തിൽ അവൻ വലിയവനാകും. ഈ ദൂത് അകത്ത് കിടപ്പുണ്ട്. പക്ഷേ ശിമിയോൻ പറഞ്ഞ ദൂതും അകത്ത് കിടപ്പുണ്ട്. ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ സ്വന്തം മകന്റെ മുഖത്തേക്ക് നോക്കിയാണ് മറിയ. സ്തോത്രം. നമുക്കറിയാം ക്രൂശിൽ കിടക്കുന്ന കർത്താവിന്റെ മുഖം യെശയ്യാവ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. കണ്ടാൽ മനുഷ്യനല്ലെന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട ഒരുവൻ ക്രൂശിൽ കിടക്കുന്നുണ്ട്. സ്തോത്രം. ഇത് മറിയ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് തന്റെ സ്വന്തം മകന്റെ മുഖം കാണുമ്പോൾ, മാതാപിതാക്കളായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, സ്വന്തം മകന്റെ മുഖം കാണുമ്പോൾ എത്രമാത്രം വേദനയുണ്ടാകും. സ്തോത്രം. മനുഷ്യനെന്ന് തോന്നുമാറ് വിരൂപം കണ്ടാൽ മനുഷ്യനല്ല. സ്തോത്രം. അത്രമാത്രം വിരൂപമാക്കപ്പെട്ടു തന്റെ മുഖം. സ്തോത്രം. പറിച്ച് എടുത്തു. സ്തോത്രം. അപ്പോൾ ക്രൂരമായ വേദനയിൽ കാൽവരി ക്രൂശിൽ യേശു കിടക്കുകയാണ്. സ്തോത്രം. ഈ കാഴ്ച സ്തോത്രം അമ്മയായ മറിയ തന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുകയാണ്. സ്തോത്രം. അവൾ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു കാണും, ഹല്ലേലൂയ, ഇതൊന്നുമല്ലല്ലോ എന്റെ മകനെ കുറിച്ചുള്ള പ്രതീക്ഷ, ഇതൊന്നുമല്ലായിരുന്നല്ലോ എന്റെ പ്രതീക്ഷ. സ്തോത്രം. എന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണല്ലോ ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു. എന്റെ മകൻ വളർന്ന് അവൻ വലിയവനാകുമെന്നൊക്കെയാണല്ലോ ഞാൻ കേട്ട പ്രവചനം. പക്ഷേ വിപരീതമായിട്ടാണല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവവചനം കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണക്ക് കൂട്ടിയതുപോലെ അല്ലായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. സ്തോത്ര. നിങ്ങൾ കണക്ക് കൂട്ടിയതിന് വിപരീതമായിട്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ജോലി മേഖലയിലായിരിക്കാം. സ്തോത്ര. നല്ല ജോലി പഠിച്ച് നല്ല ജോലി സുഖമായി ജോലി ചെയ്യുന്നൊക്കെ നമ്മൾ ചിന്തിച്ചത്. പക്ഷെ ആ സ്ഥാപനത്തിൽ ചെന്നപ്പോഴാ ഹല്ലേലൂയ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിക്കുന്ന സാഹചര്യമായി മാറിയത്. സ്തോത്ര. ഒരുപക്ഷെ നിങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സഹോദരിയോ സഹോദരനായിരിക്കാം. അവിടെ വർക്ക് ചെയ്യുമ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപക്ഷെ നമ്മോട് പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ വേദന ഉണ്ടായിരിക്കാം. സ്തോത്രം. പഠിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഒത്തിരി പ്രതീക്ഷകൾ നമുക്കുണ്ടായിരുന്നു. സ്തോത്രം. പഠിച്ച് നല്ല സുഖകരമായ നല്ലൊരു ജോലി ലഭിക്കണമെന്ന് ഒത്തിരി ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ചെന്ന് കയറിയ സ്ഥാപനത്തിനകത്ത് എല്ലാം വിപരീതമായിട്ടാണ് നടക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതുകൊണ്ട് ഭാരപ്പെടണ്ട. അതൊക്കെ പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സകലതും ദൈവം അറിഞ്ഞതുകൊണ്ടാണ്. പ്രിയ സഹോദരി, പ്രിയ സഹോദര, ഇന്ന് നിന്റെ ഭവനത്തിനകത്ത് അനുഭവിക്കുന്ന വേദന, ഇന്ന് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ, സ്തോത്രം. ഒരു പക്ഷെ നിന്റെ ഭവനത്തിനകത്ത്, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനകത്ത്, നീ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിനകത്ത് നീ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് വിപരീതമായിട്ടുള്ളതായിരിക്കാം നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നത്. ഭാരപ്പെട്ടു പോകണ്ട, നിരാശപ്പെട്ടു പോകണ്ട. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയാകും. നിന്റെ കൈപ്പേറിയ അനുഭവങ്ങളെ കർത്താവ് മാറ്റുവാനിടയാകും. പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ ദൈവദാസൻ
തന്നെ സംഭവിക്കുന്നത്. ഭാരപ്പെടണ്ട. ഹല്ലേലൂയ, സ്തോത്രം. 3 ദിവസം കഴിയുമ്പോൾ ഒരു ഉയർപ്പുണ്ട്. 3 ദിവസം കഴിയുമ്പോൾ വിഷയത്തിനൊരു മറുപടിയുണ്ട്. നിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ, നിന്റെ വേദനയുടെ അനുഭവങ്ങളെല്ലാം കർത്താവ് മാറ്റുവാനിടയാകും. സ്തോത്രം. അപ്പോൾ ഈ മറിയുടെ ജീവിതത്തിൽ യേശുവിനെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, അവൾക്ക് ഒത്തിരി സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. അതിന് വിപരീതമായിട്ടാണ് അവിടെ ജീവിതത്തിൽ സകലതും സംഭവിച്ചത്. പക്ഷെ ക്രൂശ് കൊണ്ട് അവസാനിച്ചില്ല. ഹല്ലേലൂയ, 3-ാം നാൾ യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ, സ്തോത്രം, ഭാരപ്പെടണ്ട. ഇന്ന് രാത്രി നിരാശപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ, ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയാകും. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്തോത്രം. ഹല്ലേലൂയ, ക്രൂശ് എന്ന് പറയുന്നത് പ്രതീക്ഷകൾ, ഹല്ലേലൂയ, അസ്തമിച്ചു നിന്ന ഒരു സ്ത്രീയുടെ പ്രതീക്ഷകൾക്ക്, മറിയ എന്ന സ്ത്രീയുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടുള്ളതായിരുന്നു അവിടെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായിരുന്നു. അടുത്ത പറയുന്നു, സ്തോത്രം. ഹല്ലേലൂയ, ക്രൂശ് എന്ന് പറയുന്നത്, സ്തോത്രം, ഒറ്റപ്പെടലിന്റെ അനുഭവമാണ്. എല്ലാവരും വിട്ടുപോകുന്ന അനുഭവമാണ് ക്രൂശ് എന്ന് പറയുന്നത്. എല്ലാവരും വിട്ടു